ഹലോ ഗൈസ്, ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഓൺലൈൻ തട്ടിപ്പുകൾ ഒരുപാട് നടക്കുന്ന ഒരു കാലമാണ്. ഇപ്പം എന്താ പറയുക, നമ്മുടെ ആളുകൾ പണം ഉണ്ടാക്കണം എന്നുള്ളൊരു ഇതിൻ്റെ പുറത്ത് നമ്മൾ ഇങ്ങനെ കാണുന്ന പല കാര്യങ്ങളിലും നമ്മൾ ചെന്നപ്പെടാറുണ്ട്. നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് ചെന്നപ്പെടാറുണ്ട്. അപ്പോൾ അതിൽ എന്താ പറയുക, അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ഫോണുകളിലേക്ക് വരുന്ന പല കോളുകളുണ്ട്. ചിലപ്പം ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം ന്യൂസുകളിലൊക്കെ കണ്ടതാണ്, നമ്മൾ ഈ മുംബൈ പോലീസിൽ നിന്നൊക്കെ കോള് വിളിച്ചിട്ട് അവർ പറയുന്ന പോലെ നിങ്ങൾക്കെതിരെ ഇത്ര കേസുണ്ട്, ഇന്ന പോലെ ഒരു കേസുണ്ട് പറയും. നമ്മൾ പോലും അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയും. അപ്പം നമ്മൾ പെട്ടെന്ന് പാനിക്കാകും അല്ലെങ്കിൽ പേടിക്കും. അപ്പം അങ്ങനെ പേടിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ അറിയാതെ അവർ പറയുന്നതിന് വഴങ്ങി കൊടുക്കും. അവർ നമ്മളെ പരമാവധി പേടിപ്പിച്ചതിന് ശേഷം അവസാനം അവർ പറയുന്നത് ഇത്ര രൂപ പൈസ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കേസിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ പലരും അതിൽ പെട്ടുപോയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ഇതുപോലെ തന്നെ അവർ പറയുന്ന ഒരു എമൗണ്ട്, അത് എത്ര വലിയൊരു എമൗണ്ട് ആയിരിക്കും. അത് ചിലപ്പോൾ കടമായിട്ടാണെങ്കിലും എവിടുന്നേലും പലിശയ്ക്കോ എവിടുന്നേലുമൊക്കെ എടുത്ത് ഈ പൈസ അടച്ചു കൊടുക്കുകയും അതുവഴി തൻ്റെ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കരുത്. നിങ്ങൾ ഇങ്ങനെയുള്ള കോളുകൾ വന്നാൽ അത് കട്ട് ചെയ്യുകയോ നിങ്ങൾ പേടിക്കണ്ട. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ പോലീസ് അതോറിറ്റി ഉണ്ട്, അവരുമായിട്ടൊക്കെ സംസാരിച്ച് നമ്മുടെ ഏറ്റവും അടുത്തുള്ള സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുക. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അവരവിടെ ഇരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു തട്ടിപ്പിനെ കുറിച്ചാണ് പറയാൻ വന്നത്. പിന്നെ ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പുകളാണ്. പല വലിയ വിദേശ കമ്പനികളുടെ പേരിൽ ഫേസ്ബുക്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ ടെലിഗ്രാം അക്കൗണ്ടുകളോ ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് അതിൻ്റെ ലിങ്കുകൾ അയച്ച് നമ്മളെ അതിലേക്ക് അങ്ങനെ പല ലിങ്കുകളും കാണിക്കും. ഇത്ര രൂപ നമ്മൾ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇത്ര ഇരട്ടി നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും എന്നുള്ള രീതിയിൽ അവർ നമ്മളെ കബളിപ്പിക്കും. അപ്പം നമ്മളതനുസരിച്ച് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന സാക്ഷര കേരളത്തിൽ തന്നെ പല ആളുകളും ഇതുപോലെ തന്നെ എന്താ പറയുന്നത്, ഇതിൽ വീട്ടിലിരുന്ന് കാശുണ്ടാക്കാമെന്നുള്ള രീതിയിൽ കുറച്ച് പൈസ അങ്ങോട്ട് നിക്ഷേപിക്കുകയും അപ്പം ആദ്യത്തെ തവണകളിലൊക്കെ ഒരുപാട് എമൗണ്ട് നമുക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇരട്ടിക്ക് ഉള്ള ഒരു എമൗണ്ട് നമ്മുടെ കൈവശം വരും. ഇപ്പോൾ 1000 രൂപ നമ്മൾ ഉദാഹരണത്തിന് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 250 അല്ല 500 രൂപയായിട്ട് തിരിച്ചു വരും. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വിചാരിക്കും ഇടുന്നതിന് ഇരട്ടിക്ക് നമ്മൾ വരും. അപ്പം നമ്മൾ 1000 എന്നുള്ളത് 10,000 ആക്കും, 10,000 എന്നുള്ളത് 20,000 ആക്കും. അപ്പം അങ്ങനെ ആക്കുന്നതനുസരിച്ച് ഒരു വലിയ എമൗണ്ട് അവരുടെ കയ്യിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവർ പെട്ടെന്ന് കിട്ടിയ പൈസയും കൊണ്ട് അവർ തട്ടിപ്പുകാർ പോവുകയും നമ്മുടെ ആളുകൾക്ക് നഷ്ടമുണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള തട്ടിപ്പ്. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ സൈബർ ലോകത്തുനിന്ന് എന്തെങ്കിലും തട്ടിപ്പോ കാര്യങ്ങളോ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംശയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നമ്മളെ തട്ടിക്കുകയോ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്ന ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ വിളിക്കാൻ ടോൾ ഫ്രീ നമ്പറാണ് 1930 എന്ന നമ്പറിൽ വിളിച്ച് നമുക്ക് കേസ് രജിസ്റ്റർ ചെയ്യാം. മാത്രമല്ല നമ്മുടെ എല്ലാം തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷനുകളുണ്ട്. അപ്പം അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ ആശ്രയിക്കണം. കാരണം അവർ നമ്മളെ സഹായിക്കാനിരിക്കുന്നവരാണ്. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കാനിരിക്കുന്ന ആളുകളാണ്.